ഹായ്, എവർക്കും ഒരിക്കൽ കൂടി സാമ്പാർവേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് UAE പാസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. UAEയിലുള്ള ആളുകൾക്ക്, റെസിഡൻസ് ആയിട്ടുള്ളവർക്ക്, അതുപോലെ തന്നെ ഇവിടുത്തെ പൗരന്മാർക്ക് എല്ലാവർക്കും തന്നെ നമ്മുടെ എന്ത് സർവീസുകൾ, ഗവൺമെന്റ് സർവീസുകൾ, അതുപോലെ തന്നെ അർദ്ധ സർക്കാർ സർവീസുകളൊക്കെ ഓൺലൈനായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ആക്സസ് ചെയ്യുന്ന ഒരു കീ പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ UAE MOI മിനിസ്ട്രി ഓഫ് ഇന്റീരിയറിന്റെ ആപ്ലിക്കേഷൻ വഴി നമുക്ക് പല കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അതുപോലെ തന്നെ എമിഗ്രേഷനിൽ നമ്മുടെ വിസ റിന്യൂവല്, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഉപകാരം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നമ്മുടെ പാസ്പോർട്ടിൽ നമ്മുടെ വിസ സ്റ്റാമ്പിങ് ഒഴിവായ ഒരു സാഹചര്യത്തിൽ ഇത് നമുക്ക് എയർപോർട്ടിൽ നിന്നൊക്കെ വരുന്ന സമയത്തൊക്കെ നമ്മുടെ മൊബൈലിൽ ഓൾറെഡി ഈ സംഭവം UAE പാസ്, അതുപോലെ തന്നെ UAE ICP ഈ ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ UAE പാസ് വഴി സൈൻ ഇൻ ചെയ്ത് അതിൽ നിന്ന് നമ്മുടെ വിസ പേജ് കാണിച്ചു കൊടുക്കാനൊക്കെ നമുക്ക് പെട്ടെന്ന് കഴിയും. അതുപോലെ തന്നെ എമിറേറ്റ്സ് ID എല്ലാം നമുക്ക് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ UAEയുടെ ഗവൺമെന്റ് ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിലേക്കുള്ള ഒരു എൻട്രി എന്നുള്ള നിലക്കാണ് UAE പാസ് നമുക്ക് ഉപയോഗിക്കുന്നത്. സൈൻ ഇൻ വിത്ത് UAE പാസ് എന്നുള്ള ഓപ്ഷൻ നമ്മളെല്ലാ ഗവൺമെന്റ് അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെ ഓൺലൈൻ സർവീസുകളിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് UAE പാസ് ഡൗൺലോഡ് ചെയ്യണം. UAE പാസ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പിൾ സ്റ്റോറിലും അവൈലബിൾ ആണ്. നമ്മൾ അവിടെ പോയി UAE പാസ് എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ സംഭവം കാണാൻ കഴിയും. അത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡെമോ ടൂർ കാണാം. അതൊക്കെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ, രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അല്ലെങ്കിൽ എമിറേറ്റ്സ് ID സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ എമിറേറ്റ്സ് ID സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എമിറേറ്റ്സ് ID ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്ത പ്രകാരം എല്ലാ ഡീറ്റെയിൽസും അതിൽ കാണിക്കും. അങ്ങനെ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് OTP, മെയിൽ ID, അതുപോലെ തന്നെ നമ്മുടെ ഫോൺ നമ്പർ, OTP കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് 1 by 1 ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. അതിനുശേഷം നമുക്ക് കിയോസ്കിൽ പോയിട്ട് UAEയിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് ഒരുപാട് കിയോസ്കുകൾ ഉണ്ട്. ഇതിൻ്റെ അവിടെ പോയി ഈ സംഭവം നമ്മുടെ എമിറേറ്റ്സ് ID കൊടുത്ത് രജിസ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ UAE പാസ് ഉപയോഗിക്കാൻ കഴിയും. ഈ UAE പാസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ സർവീസുകളും നമുക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ ഈ ടൈപ്പിംഗ് സെന്റേഴ്സ് ഇങ്ങനെയുള്ളതിലൊക്കെ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ അവർ നമ്മളോട് ചോദിക്കും UAE പാസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്കും തന്നെ ഈസി ആയിട്ട് ഈ സർവീസിൽ കയറി നമ്മുടെ ജസ്റ്റ് ഒരു ആക്സസ് കൊടുക്കുക എന്നുള്ളതാണുള്ളത്. അപ്പോൾ UAE പാസിലേക്ക് ഒരു ആക്സസ് വരും. നമ്മൾ ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് സംഭവങ്ങൾ ചെയ്യാൻ കഴിയും. ഇങ്ങനെയൊക്കെയുള്ള വളരെ ഉപകാരപ്പെടുന്ന ഏതൊരു UAEയിൽ വസിക്കുന്ന പ്രവാസിയായിട്ടുള്ളവർക്ക് ഇത് വളരെ അത്യാവശ്യമായിട്ട് തൻ്റെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ് UAE പാസ്. ഈ UAE പാസ് വെച്ചുകൊണ്ട് നമുക്ക് എല്ലാ സർവീസുകളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഏകദേശം വരുന്ന 130ഓളം വരുന്ന സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെ ആക്സസിലേക്കുള്ള ഒരു കീ ആണ് UAE പാസ്. അപ്പോൾ ഈ ഒരു ചെറിയ കാര്യം നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെ, ഡൗൺലോഡ് ചെയ്തതിന് ശേഷം 1 by 1 കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഇന്നത്തെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് ഉപകാരപ്പെടുന്ന ഇതുപോലുള്ള വീഡിയോസ് മറ്റ് പല നമ്മുടെ ജീവിത യാത്രയിൽ വരുന്ന പല സംഭവങ്ങൾ, യാത്രകൾ ഉണ്ടാവാം, ഇൻഫർമേഷൻസ് ഉണ്ടാവാം, നമ്മുടെ സാമൂഹ്യപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവാം, ഡിസ്കഷൻസ് ഉണ്ടാവും, എല്ലാം കൂടി ചേർന്ന് നമ്മുടെ സാമ്പാർ വേൾഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഒക്കെ വരുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തും. അതുപോലെ തന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ എന്തെങ്കിലും അറിയാനോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താം. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എന്തായാലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.